റോയ് ചായ യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ ശുഭവാർത്തയാണ് കേരളം പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ കേരളത്തിൽ ഒരു രണ്ട് രീതിയിലുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഈ ഇടപെടലുകളൊക്കെ സാധ്യമാണോ, അതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. അത്തരം ചർച്ചകൾ ആവശ്യമുള്ളതാണോ? അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ജീവന് വേണ്ടിയാണ്. ശരിയാണ്, അവരൊരു കുറ്റവാളിയായിട്ട് അവരെ ചിത്രീകരിക്കപ്പെട്ടു, ഒക്കെ ശരിയാണ്. അവർ വേറൊരു രാജ്യത്ത് പോയിട്ടാണ് അവിടുത്തെ നിയമത്തിനനുസരിച്ചുള്ള ശിക്ഷ വാങ്ങിയാണ് കിടക്കുന്നത്. അപ്പോൾ ന്യായമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ പൗരയായ ഒരു സ്ത്രീയെ രക്ഷിക്കാനുള്ള സാമാന്യമായ ഇടപെടലുകളാണ് നമ്മുടെ രാജ്യം നടത്തുകയും അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഇടപെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്, സമുദായ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ട്. അതെല്ലാം ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്നതിൻ്റെ മാത്രമായിട്ടല്ലേ നമ്മളതിനെ കണ്ടാൽ മതി. പക്ഷേ നമ്മൾ ഇടപെടുന്ന ഒരു വിദേശ രാജ്യവുമായിട്ടാണ് ഇടപെടുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 2016 മുതൽ അവിടെ പൂർണ്ണമായ ഒരു സർക്കാരില്ല. വിമത സൈന്യങ്ങളുടെ ഹൂതി എന്ന് പറയുന്ന വിമതരുടെ കയ്യിലാണ് ആ രാജ്യത്തിൻ്റെ ഭരണം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവരുമായിട്ടൊരു ഡിപ്ലോമാറ്റിക് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമുക്ക് 2016 മുതൽ തന്നെ അവിടെ അവരുമായിട്ട് യാതൊരുവിധ നയതന്ത്ര ബന്ധങ്ങളോ അല്ലെങ്കിൽ വ്യാപാര ഇടപാടുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പം കുറച്ചുകൂടി തീവ്രമായ തരത്തിലുള്ള ഒരു വിമത വിഭാഗമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഒരു ഡയലോഗ് നടത്തി, സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ഡയലോഗുകൾ പല കാര്യങ്ങളിലും നടക്കാറില്ല. അപ്പം നടക്കാനും പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പലതരത്തിലുള്ള പല ചാനലുകൾ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ദീർഘനാളായിട്ട് പലരും ഇടപെടുന്നുണ്ട്. അതിനുവേണ്ടി ആക്ഷൻ കൗൺസിലുണ്ട്, അതിനുവേണ്ടി പലരും ഇടപെട്ട് സംസാരിക്കുകയും വ്യവസായ പ്രതിനിധികളും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിന്താഗതിയുണ്ട്. ഈ പറയുന്ന മനുഷ്യരല്ലേ, പലതരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവരവിടെ ഒരു കൊലപാതകം നടത്തിയതല്ലേ, അങ്ങനെയുള്ളവരെ രക്ഷിക്കണോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ആ ചോദ്യം അതവിടെ നിൽക്കട്ടെ. അതിനൊരു മറുവശം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഒരു ഇന്ത്യൻ സിറ്റിസണായ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ ജയിൽവാസം അനുഭവിക്കുന്നത്. അവരുടെ പേരിലുള്ള കുറ്റം ഇതാണ്. പക്ഷേ അതിനൊരു ഓപ്ഷനുമുണ്ട്. അവിടുത്തെ ഇസ്ലാമിക് നിയമം അനുസരിച്ച് ദയാധനം കൊടുത്താൽ അവർക്ക് അവിടുന്ന് പോകാൻ കഴിയും. പക്ഷേ അവിടുത്തെ കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബാംഗങ്ങൾ അത് സമ്മതിക്കണം. അപ്പം അതുമായിട്ട് ചർച്ച നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വധശിക്ഷ, അല്ലെങ്കിൽ ഇന്നലെ നടക്കേണ്ടതായിരുന്നു, അതിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പം പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തെ ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്, കേരള സർക്കാരുണ്ട്, കേരള ഗവർണർ ഇടപെട്ടിട്ടുണ്ട്, ചാണ്ടി ഉമ്മനെ പോലുള്ള MLA-മാർ, രാഷ്ട്രീയ നേതാക്കൾ. ഏറ്റവും ഒടുവിലാണ് കാന്തപുരം AP അബൂബക്കർ മുസലിയാരും അതിനകത്തേക്ക് ഇടപെടുകയും അവിടുത്തെ ഇസ്ലാമിക് മത നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് അതിനൊരു വഴിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് ആരും തൽക്കാലം ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. എല്ലാ തരത്തിലും എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് കൊണ്ടുവരിക എന്നുള്ളതിലേക്കാണ് ചർച്ച. ഇന്നലെ കാന്തപുരം പറഞ്ഞ ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഒരു മനുഷ്യനെയാണ് രക്ഷിക്കുക. അവരുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ അവരുടെ സമുദായമോ ഒന്നുമല്ല, നമ്മൾ ഒരു മനുഷ്യജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുന്നതിനുള്ള സാധ്യതകളാണ് ആരാഞ്ഞത്. അത് അങ്ങേയറ്റം പ്രശംസനീയമായൊരു കാര്യമാണ്. അദ്ദേഹം ഇടപെട്ടതും എല്ലാ തരത്തിലും ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന തരത്തിലാണ് ഇതിനകത്ത് ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങൾ വരും. ഒരു കൊലക്കേസിലെ പ്രതിയെ രക്ഷിച്ചുകൊണ്ട് വരണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ ഇപ്പോൾ രാജ്യം ഒന്നാകെ, നമ്മുടെ സർക്കാരുകൾ ഒന്നാകെ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് വരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ അതിനെ ആ ലെവലിൽ കാണാനുള്ള ഒരു വിശാലമായ മനസ്സാണ് സാധാരണക്കാരായ മലയാളികൾക്ക് ഉണ്ടാവേണ്ടത്. അതിന് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച തന്നെ അപ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം കാന്തപുരം അവിടെ ഹൂതി വിമതരായിട്ടുള്ളവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, അവരുമായിട്ട് ബന്ധമുള്ള ആളാണോ കാന്തപുരം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് പലരും ഉന്നയിക്കുന്നത്. അത്തരം ചോദ്യങ്ങളുടെ ഒരു സമയമാണ്, അതിൻ്റെ ഒരു എന്തെങ്കിലും പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ്. അല്ല, ഇതേ ചോദ്യം ചോദിക്കുന്നവർ തന്നെ ഒരു കാര്യം സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ്. നമ്മുടെ ഒരു ഇറാഖിലോ മറ്റോ നമ്മുടെ ഒരു മലയാളിയായ അച്ഛൻ ഉഴന്നാലിൽ എന്ന് പറയുന്നത്, ഫാദർ ഉഴന്നാലിൽ എന്ന് പറയുന്ന അച്ഛനെ ഇതുപോലെ അവിടെ തന്നെ അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ആണ് അവിടുത്തെ വിമത വിഭാഗം പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ സർക്കാർ എല്ലാ തരത്തിലുള്ള സോഴ്സുകൾ ഉപയോഗിച്ചു. അതായത് ഡിപ്ലോമാറ്റിക് ചർച്ച മാത്രമല്ല, യൂസഫ് അലിയെ പോലുള്ളവർ ഇറങ്ങി അവിടുത്തെ ഈ വിമത വിഭാഗവുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ പലരോട് മത നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചാണ് അച്ഛനെ അവിടുന്ന് ഫൈനലി രക്ഷിച്ചുകൊണ്ട് വന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. സുഷമ സ്വരാജ്
വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന കാലത്തായിരുന്നു അത് നടന്നത്. പക്ഷേ ഞാനതാ പറഞ്ഞു, ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി വിമത നേതാവാണോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ആരായുന്നതിനകത്ത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ കാന്തപുരവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ് ഈ ഇതിനകത്തേക്ക്, അവിടെയുള്ള യമനിലുള്ള ഒരു മുസ്ലിം പണ്ഡിതനാണ് ഇതിനകത്തേക്ക് ഇടപെട്ടിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ കാന്തപുരത്തിൻ്റെ മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു പരിപാടിക്ക് അവിടെ വരികയും അങ്ങനെ അവർ തമ്മിൽ ആത്മബന്ധമുണ്ട്. അപ്പോൾ ഒരാളുമായിട്ട്, ഒരു വിദേശ രാജ്യത്തുള്ള ഒരു പൗരനുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കുന്നത് നമ്മൾ നിയമവിരുദ്ധമായിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു അതിനകത്തെ ഉദ്ദേശം മാത്രം നമ്മൾ അതിനകത്ത് പരിഗണിച്ചാൽ മതി. എന്ത് കാര്യത്തിന് വേണ്ടിയാണ് കാന്തപുരത്തെ പോലുള്ള ഒരാൾ ഇടപെട്ടത്? ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരിക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം. അതിനകത്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിച്ച് നമ്മളിതിനെ ഒരു വിദ്വേഷത്തിൻ്റെ തണലിലേക്ക് കൊണ്ടുപോകാതിരിക്കും. കാരണം ഇപ്പോൾ ഏത് കാര്യത്തിന്, നല്ല കാര്യത്തിന് ഇടപെട്ടാലും അതിനെ പെട്ടെന്ന് ചിത്രീകരിക്കുന്ന ഇത്തരത്തിലാണ്. മത സമുദായ വിദ്വേഷം പരത്തുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോവുക, ചർച്ച കൊണ്ടുപോവുക, അതിനെ ആ തരത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പം തന്നെ ഞാനതാ പറഞ്ഞു, അബ്ദുൾ റഹീം എന്ന് പറയുന്ന സൗദിയിൽ ജയിലിൽ കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ ജാതി മതഭേദമന്യേ എല്ലാവരും കൂടെ ഇറങ്ങിയാണ് പണം പിരിക്കുകയും ദയാധനം കെട്ടിവെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയതിനകത്ത് ആരാണ്? മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളായ, കോഴിക്കോടുള്ള ഹിന്ദുക്കളായ ആൾക്കാരാണ് അതിനകത്ത് ഭൂരിപക്ഷവും. അപ്പോൾ അത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും മതേതര നിലപാടുകളുടെയും ഇതാണ് നമ്മുടെ ആൾക്കാർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരെയൊക്കെ പറയുന്നത് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ജാതിയും മതവും ഒക്കെ മറന്നിട്ട് ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രസക്തമായ കാര്യം. മറ്റ് ചർച്ചകൾക്കൊന്നും അതിനെ പരിഗണിക്കേണ്ട കാര്യവുമില്ല, അതിന് ചെവി കൊടുക്കേണ്ട കാര്യവുമില്ല. അതായത് ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തിക്കൊണ്ടിരുന്ന ആസൂത്രിതമായ ശ്രമം, അതിനൊരു തിരിച്ചടി ഉണ്ടാവും എന്നുകൂടി മനസ്സിലാക്കിയാണോ ഈ ഉറഞ്ഞു തുള്ളുന്നത്? അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഏത് കാര്യത്തെയും മതത്തിൻ്റെയും ജാതിയുടെയും സമുദായത്തിൻ്റെയും കള്ളിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. നമ്മളിപ്പോഴും സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ആൾക്കാർ ആ തരത്തിൽ കാണാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും അവരെ അങ്ങനെ കാണാൻ വേണ്ടി ശ്രമിപ്പിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതൊന്നും ജാതി മതം ഒന്നും പരിഗണിക്കാതെ തന്നെ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ട കോവിഡ് കാലത്ത് പ്രളയം വന്നപ്പോൾ, കോഴിക്കോട് വിമാനാപകടം വന്നപ്പോൾ, അവിടുത്തെ ചെറുപ്പക്കാരെ വയനാട് പ്രളയം വന്നപ്പോൾ ഇതൊന്നും ജാതി മതം നോക്കാതാണല്ലോ ആൾക്കാർ ഇറങ്ങുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ജാതി കടത്തിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മതം കടത്തിക്കൊണ്ടുവരുന്നത്? അവിടെ അതല്ലല്ലോ. ഞാനതാ പറഞ്ഞേ, ഭയങ്കര അഭിമാനം തോന്നിയതാണ് ഈ എയർ ഇന്ത്യ വിമാനം കോഴിക്കോട് തകർന്നു വീണ സമയത്ത് അവിടെയുള്ള ചെറുപ്പക്കാർ അവരാരും ജാതി നോക്കിയിട്ടാണ് അവർ പോയി ബ്ലഡ് കൊടുക്കാൻ പോകുന്നു, അവരിവരെ എടുത്തുകൊണ്ട് പോകുന്നു, എല്ലാ സൗകര്യവും അവരുടെ വീട്ടിൽ കിടക്കുന്ന വാഹനങ്ങൾ എടുത്തുകൊണ്ട് വന്നാണ് ഇവരെ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുന്നത്. മരിച്ചവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ഒരു തരത്തിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വേലിക്കെട്ടുകളില്ലാതെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇറങ്ങുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഇടയിൽ ഇതിനകത്ത് മതവും ജാതിയും കാണുന്നവന് സത്യം പറഞ്ഞാൽ നല്ല അടി കൊടുക്കേണ്ട സംഭവമാണിത്.